today, I will never be the same, 'cause that's what it takes. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ വിത്ത് എഗ് ആണ്. ഇതിന് ഞാനും ക്യാമറമാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ ലളിതമായിട്ടുള്ള ഒരു ഫുഡാണ്, ഒരു കറിയാണ്. നമുക്ക് ചപ്പാത്തിയിലേക്ക് കഴിക്കാം, പൊറോട്ടയിലേക്ക് കഴിക്കാം, പത്തയിലേക്ക് കഴിക്കാം, ആപ്പത്തിലേക്ക് കഴിക്കാം, നൂൽപുട്ടിലേക്ക് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. ഇത് സാധാരണ ഒരുപാട് ആൾക്കാർ ഈ കറി ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കറിയാണ്, എന്നാൽ വളരെ സിമ്പിളാണ്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പരിചയപ്പെടാം. ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് 2 പീസ് ലെഗ് പീസാണ് ചിക്കൻ്റെ. ഇത് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 ലെഗ് പീസ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പട്ട പൊടിച്ചത്, ഗരം മസാല, വലിയ ജീരകം പൊടിച്ചതാണ്, ഉപ്പ്, ഒരു വലിയ ഉള്ളി എടുത്തിട്ടുള്ളൂ, ഒരു കഷ്ണം ഇഞ്ചി, ഒരു നാരങ്ങ, നമുക്ക് ഹാഫ് നാരങ്ങ മതി, പിന്നെ വെളുത്തുള്ളി ഒരു 5-8 ഇല്ലി, സ്പ്രിംഗ് ഓണിയൻ, 2 പച്ചമുളക്, ഒരു തക്കാളി, മല്ലിയില, പിന്നെ 2 കോഴിമുട്ട പുഴുങ്ങി വെച്ചത്, പിന്നെ ബട്ടർ ഒരു ചെറിയ പീസ്, ഒരു 20 ഗ്രാമിൻ്റെ ഒരു പീസ് നമ്മൾ എടുക്കാൻ പോകുന്നത്, പിന്നെ സോയ സോസ്, ഒലിവ് ഓയിൽ, സൺഫ്ലവർ. ഇത്രയും ഐറ്റംസാണ് നമുക്ക് നമ്മുടെ ചിക്കൻ വിത്ത് എഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ചിക്കൻ്റെ 2 ലെഗും മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് മാരിനേഷനിലേക്ക് കിടക്കാം. അതിലേക്ക് വേണ്ടത് മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് 2 ടീസ്പൂൺ, പിന്നെ ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, കറുകപ്പട്ട പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഉപ്പ് ഒരു 1.5 ടീസ്പൂൺ, ബട്ടർ ഒരു 10 ഗ്രാം. ഇതാണ് നമുക്ക് മാരിനേഷന് വേണ്ട സാധനം. നാരങ്ങ ഒരു ഹാഫ് നാരങ്ങ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതിൽ തേച്ച് പിടിപ്പിക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, ആ ഡ്രൈനെസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടേ. ഏകദേശം ഒന്ന് നനഞ്ഞു കഴിഞ്ഞല്ലോ, നല്ലപോലെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വരയ്ക്കാം. വരട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉള്ളിലൊക്കെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കറി ആയതുകൊണ്ട് പിന്നെ നല്ല രീതിയിൽ ഇത് പിടിച്ചോളും. അപ്പം നമ്മൾ നല്ലപോലെ മസാല എല്ലാം പുരട്ടി മാരിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിപ്പോൾ ഒരു മണിക്കൂർ ഇത് നമ്മുടെ റെഫ്രിജറേറ്ററിലേക്ക് വയ്ക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഈ കോഴിമുട്ട 2 മിക്സിയിലിട്ട് അരച്ചെടുക്കാം. പിന്നെ വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ് എല്ലാം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വലിയ ഉള്ളി എല്ലാം ഒന്ന് മിക്സിയിലിട്ട് അരച്ചിരിക്കണം. വലിയ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് അരച്ച് റെഡി ആയിരിക്കണം. അപ്പോൾ റെഫ്രിജറേറ്ററിൽ നിന്ന് നമുക്ക് നമ്മുടെ ചിക്കൻ 1 മണിക്കൂറിന് ശേഷം നമുക്ക് എടുക്കാം. ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിൽ പാകത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ എണ്ണ ചൂടായിരിക്കുകയാണ്. ചിക്കൻ്റെ പീസ് നമ്മൾ മെല്ലെ ഇതിലേക്ക് ഇടാം. ഇതിൽ നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് മറിച്ചിടാം. അധികം നമ്മൾ ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കുന്നത്. ഹൈ ഫ്ലെയിം ആകുമ്പോൾ പെട്ടെന്ന് കരിയും. ഇനി ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇടണം. ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു ഹാഫ് വെന്തിട്ടുണ്ട്. അപ്പം നമ്മളത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കുറച്ചൊരു ബ്ലാക്ക് കളർ ആയിട്ടുണ്ട്, പക്ഷെ അത് ആ മസാലയുടെ ഒരു കളറാണ്, കരിഞ്ഞതല്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒലിവ് ഓയിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. അതിനൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഉള്ളി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ച് വെച്ചാണ്.
ഉള്ളി ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ അരച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ചേർക്കുക. നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പിടുക. ഇത് ഏകദേശം ജോയിൻ്റായി ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർക്കുക. ഏകദേശം തക്കാളി ഒന്ന് ഉടഞ്ഞ് നല്ല പരുവമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇടാം. അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഓണിയൻ, ഇനി ഇതിലേക്ക് നമ്മുടെ ഒരു പീസ് ബട്ടർ ബാലൻസ് ഉണ്ടായിരുന്നല്ലോ, ഒരു 10 ഗ്രാമിൻ്റെ, ആ പീസ് ബട്ടർ ഇതിലേക്ക് ഇടാം. നമ്മുടെ കോഴിമുട്ട 2 എണ്ണം മിക്സിയിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, അതാണ് നമ്മൾ ഇടുന്നത്. ഇതാണ് നമ്മുടെ കറിനെ ടേസ്റ്റ് കൂട്ടുന്ന സാധനം. ഇനി നമുക്ക് മസാലയിലേക്ക് കിടക്കാം. ഇതിലേക്ക് വേണ്ടത് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, പട്ട പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടിച്ചത് ഒരു 2 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ. ഇത്രയും മസാലയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്, മുളക് പൊടി ഐറ്റംസ്. ഇനി നല്ലപോലെ ഇത് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ മുളക് പൊടി കുരുമുളക് പൊടി നിങ്ങൾക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം. എരിവ് കൂടുതൽ വേണമെന്നവർക്ക് എരിവ് കൂട്ടാം, ഏത് രൂപത്തിൽ വേണമെങ്കിലും എരിവ് കൂട്ടാം. ഉപ്പ് വേണ്ടവർക്ക് ഉപ്പ് എങ്ങനെ വേണമെങ്കിലും കൂട്ടാം. നമ്മളിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. പിന്നെ അത് ചിക്കനിലും നമ്മളൊരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഏകദേശം അത് ആയിട്ടുണ്ടാവും. നേരത്തെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു 1/4 പിടി മല്ലിയില എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിതറാം. ഇത് ഏകദേശം നല്ലപോലെ യോജിച്ച് വരുമ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് വെള്ളം ഒഴിക്കുക. 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ സോയ സോസ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഈ തിളച്ച് വരുന്നതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ലെഗ് പീസ് ഇതിലേക്ക് ഇടാം. ബാലൻസ് വന്ന എണ്ണയും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് മറിയട്ടെ. ഹാഫ് ഫ്രൈ ചെയ്ത ചിക്കൻ ഇപ്പോൾ ഇതിൽ നമ്മുടെ ഗ്രേവിയിൽ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് 10 മിനിറ്റ് ടൈമായി. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാം. ഇതൊരു ലൂസായിട്ടുള്ളൊരു കറിയല്ല, വളരെ ടൈറ്റായിട്ടുള്ളൊരു കറിയായി മാറും. കാരണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അങ്ങനെയാണ്. നമുക്ക് ഒരുപാട് ലൂസായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റും ടൈറ്റാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും വളരെ വ്യത്യാസമാണ്. എപ്പോഴും നല്ല ടൈറ്റ് കറിക്കാണ് ടേസ്റ്റ് കൂടുക. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല ടൈറ്റായിരിക്കണം. ഇപ്പോൾ ചിക്കൻ ഇപ്പോൾ ഏകദേശം 100% വെന്ത് കഴിഞ്ഞു. നല്ല സോഫ്റ്റായിട്ടുണ്ട് ചിക്കൻ. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യേണ്ട ടൈമായി. ചിക്കൻ വിത്ത് എഗ് നമ്മൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് അറേഞ്ച്മെൻറ്റിലേക്ക് കയറാം. ഈ കറി തയ്യാറായതിന് ശേഷം ഒരു 15 മിനിറ്റോളം ഇങ്ങനെ ഇരിക്കേണ്ടതാണ്. എന്നാലേ കറക്റ്റായിട്ട് അതിൻ്റെ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കറക്റ്റാകുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഒരു 15 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ കറി ഒരു സ്പെഷ്യൽ കറിയാണ്. കാരണം കോഴിമുട്ട പുഴുങ്ങിയത് അരച്ച് ചേർത്ത കറിയാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ പറയാനില്ല. ഇത് ചപ്പാത്തിക്കാണ് ഇപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റിംഗ് ഇപ്പോൾ ഇവിടെ ഞാനും നമ്മുടെ ക്യാമറമാനും മാത്രമായി സ്ഥിതിക്ക് നമ്മൾ 2 പേര് മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ. നമ്മളാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ചടങ്ങ് നിർവഹിക്കുന്നത്. അപ്പോൾ ബാബു ടേസ്റ്റ് ചെയ്യാം. ഗൈസ്, നമ്മുടെ ക്യാമറമാൻ ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ടേസ്റ്റ് എന്ന ചടങ്ങിലേക്ക് ഞങ്ങൾ എൻ്റർ ചെയ്യാൻ പോകും. വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഞാൻ ആദ്യം ഗ്രേവിയാണ് നോക്കുന്നത്. ചിക്കനെല്ലാം നല്ലപോലെ വെന്ത് നല്ല പരുവമായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ചപ്പാത്തിയിലൂടെ കഴിക്കുന്നത്. കറക്റ്റാണ്. ഇതിൽ ഗ്രേവി ഒലിവ് ഓയിലാണ്
നമ്മളിത് വഴറ്റിയത്. അപ്പോൾ ആ ഒലിവ് ഓയിലിൻ്റെ ഒരു നല്ലൊരു ഫ്രാഗ്രൻസ് കൂടി ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ചിക്കൻ വിത്ത് എഗ്. നന്നായി വന്നിട്ടുണ്ട്. വളരെ ക്ലിയർ അല്ലേ? ടേസ്റ്റ് അപാരം തന്നെയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ചിക്കൻ വിത്ത് എഗ് എന്ന ഗ്രേവി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് അതിൻ്റെ കമൻസിലൂടെ ഞങ്ങൾക്ക് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബൈ. Taste sour, you should taste mine. I'ma stay in power for a long time.